കളിക്കാൻ തരുമോ? ഈ സാധന എന്നെ എടുത്ത് വെച്ച് കളി. എന്നാ അച്ഛൻ ആന കളിക്കാം. ആന കളിക്കാനാ? അപ്പോഴും എന്റെ പുറത്ത് കറി കാണാം. തള്ളയ്ക്ക് നമുക്ക് കളാണല്ലോ ഇഷ്ടം, വിനോദം. അച്ഛനിപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്നോട് സ്നേഹമില്ല. എല്ലാവരും അതിനെ അകറ്റി നിർത്തുകയല്ലേ. കുഴപ്പമില്ല, അകറ്റി നിർത്തിക്കോ കേട്ടോ. അച്ഛൻ്റെ മറുപടി ശുദ്ധമാണല്ലോ. പിന്നെ അവസാനം വാലത്തെ മങ്ങിലാകുമ്പോൾ അയ്യോ അച്ഛൻ രക്ഷിക്കണേ എന്നുകൊണ്ട് വരരുത്. അച്ഛൻ എന്തോന്ന് ഇവളുടെ അടുത്ത് വിളിച്ചിരുത്തി പറയണത്? ഇവൾക്ക് വല്ല മനസ്സിലാവും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാ? എനിക്ക് മനസ്സിലാവും. കേറി കൂടാത്. അച്ഛാ, അച്ഛന് വല്ലതും പറയണെങ്കിൽ മുഖത്ത് നോക്കി പറ കേട്ടാ. മൊത്തം പറയട്ടാ പറയട്ടാ. നീ ശരിയല്ല, ശരിയല്ലെന്ന് പറഞ്ഞാ ഒട്ടും ശരിയല്ല, അറിയാ. ഇതാണ് ഞാൻ പറഞ്ഞത്. അച്ഛന് ഒരു കാര്യം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ അറിയില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യം തമാശയായിട്ട് എടുക്കും. പിന്നെ എന്തോന്ന് ചെയ്യാൻ? സമ്മതിച്ചടേ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊന്ന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ അറിഞ്ഞുകൂടാ. നിന്റെ പ്രായത്തിലെല്ലാം നേടിയല്ല, നിനക്ക് നല്ല അറിവുണ്ടല്ലോ, അത് മതി. അച്ഛാ, എന്താ അച്ഛന്റെ പ്രശ്നം? ഞാൻ നിന്റെയൊക്കെ അച്ഛനായി, അതാണ് പ്രശ്നം. ഒന്ന് മാറ്റി തരുവോടെ? ഇതിപ്പോ ഇങ്ങനെ ഇവിടെ സംസാരിക്കണം മാത്രം ഒന്നും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. നിർത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. എന്ത്? നീ ഉണ്ടായി പോടാ. ചേട്ടൻ ഉണ്ടായി പോട്ടാ. പോടാ ചേട്ടൻ പോയട്ടാ. നീ എന്താ എന്നെ വരട്ടാൻ പറഞ്ഞത്? ഞാൻ അങ്ങനെ വരട്ടാൻ പറഞ്ഞത് കാരണം ചേട്ടൻ ഇത്ര നേരം അച്ഛനോട് സംസാരിച്ച അങ്ങനെയാണ്. മുടിയും ചമ്മി പോയേട്ടാ. കണ്ട, ചമ്മിപ്പോയെന്ന്. ഇവിടെ എന്ത് പറഞ്ഞാലും എന്താന്നട, ഞാൻ ഒന്നും പറയണില്ല. നീ പറഞ്ഞു പാടി. പോയതാരെന്നറിയാം, വലിയ പുള്ളിയാണ് കേട്ടാ. അവൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്ന? എനിക്ക് ചിരി വന്നു. എനിക്ക് വല്ല ചിരിയൊന്നും വന്നില്ല കേട്ടോ അച്ഛാ. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ചില സമയത്ത് അച്ഛന് സീരിയസ് ചെയ്താ തമാശ ചെയ്താനുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബോധം വിവരമൊന്നുമില്ല. ശരിയാണ് മക്കളെ. അതെന്താണെന്ന് അറിയാമോ? അച്ഛന് വിവരമില്ല, അതുകൊണ്ടാണ്. ക്ഷമിച്ചോളാം കേട്ടാ. ഇതുകൊണ്ടാണ് ഞാനും ചേട്ടനും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കാൻ നേരത്തെ അച്ഛനെ അറിയിക്കാത്തത്. അറിയണ്ട അല്ലേടേ? അതൊക്കെ വിട് അച്ഛാ. ഞാനും ചേട്ടനും കൂടെ എന്താ സംസാരിച്ചെന്നുള്ള കാര്യം അച്ഛൻ്റെ അടുത്ത് പറയട്ടെ. സിദ്ധുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പറയട്ടെ പറയട്ടെ. അയ്യ, കേക്കാൻ എന്തൊരു ഉത്സാഹം. എന്നാ അച്ഛൻ കേക്കണ്ട. കാരണം ഞങ്ങൾ പറഞ്ഞല്ലേ അച്ഛൻ അത് കൊളാക്കും. ചേച്ചി ഭയങ്കര ഷോ ആണ് കേട്ടാ. അച്ഛൻ ഒന്ന് താന്ന് വെച്ചോണ്ട് തലക്കിറന്ന് ഇറങ്ങണ. നീ ആടെ എന്റെ അടുത്ത് ചൂടാവാൻ പോടാക്ക അവിടുന്ന്. അയ്യോ, ചേട്ടൻ വിളിച്ചാ പോണണ്ട. ചേട്ടന്റെ അനിയത്തി. ചേട്ടൻ വിളിച്ചില്ല, ചേട്ടൻ വിളിക്കാതെ തന്നെ ഞാൻ പൊക്കോളാം. ചേട്ടൻ സ്നേഹം ഒലിക്കുന്നു. രണ്ടുപേരെ ബെൽറ്റാണട്ടാ. ബെൽറ്റ് പൊട്ടിക്കാനൊക്കെ അച്ഛൻ അറിയാം. അതെ, അത് അച്ഛൻ വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും. അച്ഛൻ വിട്ടേക്കച്ചാ. ഇതിന്റെ ഒന്നും ഇടയ്ക്കറി അച്ഛൻ ഒന്നും പറയാൻ നിൽക്കണ്ട. അയ്യോ, നമ്മളില്ലേ സഹോദര സമാജത്തിന്റെ ഇടയിൽ. ഞാൻ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞു, സിദ്ധു എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ഞാൻ അതുപോലെ ചെയ്തോളാം. ചേട്ടൻ അറിയാലോ, ഞാൻ ഈ ഡിസിഷൻ മേക്കിലൊക്കെ കുറച്ച് പുറകോട്ടാണ്. ഈ വീട്ടിൽ മര്യാദയ്ക്ക് തീരുമാനം എടുക്കുന്ന ആൾക്കാർ ചേട്ടനും അമ്മയും കേശും മാത്രമാണ്. കേശുവിനെ പറ്റി പറയണ്ട, അവൻ ഭയങ്കര മെച്ചോളാം. പ്രശ്നം എന്താന്ന് വെച്ചാല്, സിദ്ധു എന്റെ അടുത്ത് ഗൾഫിലോട്ട് എല്ലാം പറഞ്ഞില്ലേ. എനിക്ക് സിദ്ധുവിന്റെ കൂടെ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അതല്ല കേട്ടോ പ്രശ്നം. സിദ്ധു പറയുന്നത് എന്താന്ന് വെച്ചാല്, വെറുതെ അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുത്തേ ചെയ്യാൻ പറ്റും. അപ്പൊ കോഴ്സ് എടുക്കുവാണെങ്കിൽ തന്നെ അത് 1 year ഷുവർ കോഴ്സ് ആയിരിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറാനാ പറയണേ. നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്രയും ലക്ഷക്കണക്കിന് കാശ് അവിടെ കൊണ്ടേ അടിച്ചിട്ട് കോഴ്സ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാതെ വന്ന പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ MBA പരിപാടി ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കണേ. നിനക്ക് നല്ല കോമൺ സെൻസ് ഒക്കെ ഉള്ളതല്ലേ. നീ എന്നെ കാട്ടി ബെറ്റർ അല്ലേ? നിനക്ക് നീ ശ്രമിച്ചാ പറ്റുന്നു. ചേട്ടാ, ശ്രമിച്ചാ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല ചേട്ടാ. കാരണം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് റൂം എന്തായാലും AC ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതും AC-യിലായിരിക്കും, റൂമും AC ആയിരിക്കും. ചേട്ടൻ അറിയാലോ, ഞാനും AC തമ്മിലുള്ള പിണക്കം. പിന്നെ ആ ചെക്കൻ വെറുതെ എന്നെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. വെറുതെ എന്തിനാ പാവത്തിന്റെ കാശുകളാണ്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ട്. 5 വർഷം കഴിയുമ്പോൾ സിദ്ധോളി ഇവിടെ വന്നിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് സെറ്റിൽ ആവാനുള്ള പ്ലാൻ ആണല്ലോ. അപ്പോഴേക്കും നീ പോയി അവിടെ പഠിച്ച വല്ല കമ്പനി കയറി വർക്ക് ചെയ്ത് കഴിഞ്ഞാ? അതാണ് ഞാനും ആലോചിക്കണത്. ആലോചനയില് എന്നെ കൂടെ കൂട്ടാവോ? എന്തോന്ന് വെച്ചാ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്. അച്ഛൻ അടങ്ങി ഒതുങ്ങി വല്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യാച്ചാ. മകളെ അടങ്ങി ഇരിച്ചിട്ടേ ഇനി പുറകില്ല. അച്ഛൻ എന്തോന്ന് വെച്ചാ പിള്ളേരെ പോലെ നാണോ രണ്ടോ ഓരോന്നും പറയണത്. അച്ഛൻ അവിടെ നീ പോയിരിക്കാ ശല്യപ്പെടുത്താതെ. വെറുതെ പുറകെ ഒന്ന് കുണുകൂടാന്ന് പറഞ്ഞ അടി ഉണ്ടാക്കിപ്പിക്കും. വെറുതെ പോച്ചന്ന് അച്ഛന്ന് പോച്ചന്ന് പോച്ചാ. അച്ഛൻ എന്തെങ്കിലും ടൈം പാസ് ചെയ്യാൻ വേണം, അതന്നെ ചുമ്മാ വന്നിട്ട്. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്യാനാണ് പ്ലാൻ? എനിക്കറിയില്ല. എനിക്കിപ്പോ സിദ്ധു എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ.